എല്ലാവർക്കും നമസ്കാരം. ഉത്തരം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ഉത്തരം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ബുധന്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് ഉത്രം. അതുകൊണ്ട് ഉത്രം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ബുധൻ നക്ഷത്രാധിപനായ ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകളിൽ ജനിച്ചവരും ബുധൻ രാശിയധിപനായ മിഥുനം, കന്നി എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവരുമാണ്. അതായത് ബുധന് വിദ്യ, ബുദ്ധിശക്തി, വ്യാപാരം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി പല കാരകങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകാരും മിഥുനം, കന്നി രാശിയിലോ ലഗ്നത്തിലോ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഉദാഹരണത്തിന്, കഴിഞ്ഞ ജന്മത്തിൽ നന്നായി വിദ്യ അഭ്യസിച്ച ഒരു വ്യക്തി തൻ്റെ അറിവിൽ അഹങ്കരിക്കുകയും മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ഉത്തരം പോലുള്ള ബുധൻ്റെ കർമ്മദോഷമുള്ള നാളിൽ ജനിക്കുകയും അവർക്ക് പഠനകാര്യങ്ങളിൽ തടസ്സമുണ്ടാവുകയും അല്ലെങ്കിൽ പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കാതെ വരികയും അവർക്ക് ബുധൻ്റെ നാളുകളിലും രാശികളിലും ജനിച്ചവരിൽ നിന്നും പ്രതികൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. അതേസമയം കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ വ്യക്തികൾക്ക് നന്നായി പഠിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും അവർക്ക് ബുധൻ്റെ നാളുകളിലും രാശികളിലും ജനിച്ചവരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെ ആയിരിക്കും ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകാരും മിഥുനം, കന്നി രാശിയിലോ ലഗ്നത്തിലോ ജനിച്ചവരും ഉത്തരം നാളുകാർക്ക് നൽകുക. അതുകൊണ്ട് ബുധൻ്റെ നാളിൽ ജനിച്ചവർ നിങ്ങൾക്ക് അനുകൂലമായാണോ അല്ലെങ്കിൽ പ്രതികൂലമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ഉത്തരം നാളുകാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.